പുതിയാപ്പിളയെ വിളിച്ചകത്ത് കയറ്റിയപ്പോൾ പഴയാപ്പിളയ്ക്ക് സ്ഥാനം പടിക്ക് പുറത്ത്. അത്യന്തം നാടകീയത നിറഞ്ഞ സംഭവങ്ങൾ. കൂടെ കിടന്നവർക്കല്ലേ രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയായി പുറപ്പുഴ വീട്ടിലെ സംഭവങ്ങൾ. ഇത് മറ്റാരുമല്ല, പഴയ PJ ജോസഫിന്റെ വിശ്വസ്തർ. കേരള കോൺഗ്രസ് എമ്മിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞ PJ ജോസഫിനെ കൂടെ കൂട്ടിയ സജി മഞ്ഞക്കടമ്പിന് പറ്റിയ അബദ്ധം. ഇനി അത് എന്താണെന്ന് അറിയട്ടെ. സംഭവം മറ്റൊന്നുമല്ല, അൻവറിന്റെ UDF പ്രവേശനമാണ് വിഷയം. PJ ജോസഫ് വഴി അൻവറിനെ ഇപ്പോൾ തന്നെ എളുപ്പത്തിൽ UDFനകത്ത് കയറ്റാമെന്ന് പറഞ്ഞ സജി മഞ്ഞക്കടമ്പൻ അൻവറിനെയും കൂട്ടി പുറപ്പുഴയിലെ PJ ജോസഫിന്റെ വസതിയിലെത്തി. സജി പഴയ PJ ജോസഫിന്റെ ആളാണല്ലോ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. ജോസഫ് വിഭാഗത്തിൽ സജിക്ക് എതിർപ്പുള്ളത് മോൻസ് ജോസഫുമായി മാത്രമാണല്ലോ. മോൻസിനോടുള്ള വിരോധം കൊണ്ടാണല്ലോ സജി മഞ്ഞക്കടമ്പൻ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി BJPയുടെ ഘടകകക്ഷിയായത്. അന്ന് തന്നെ ഒരു സംസാരമുണ്ടായിരുന്നു, സജിക്ക് ഇഷ്ടം പോലെ പണം BJP കൊടുത്തത് കൊണ്ടാണ് BJP മുന്നണിയിൽ ചേർന്നതെന്ന്. എന്താണെങ്കിലും ആ കഥയൊക്കെ പോട്ടെ. ഇപ്പോഴത്തെ വിഷയം അൻവറിന്റെ സജിയെയും കൂട്ടിയുള്ള പുറപ്പുഴ യാത്രയാണ്. പുറപ്പുഴ വീട്ടിൽ തനിയെ പോകാനുള്ള വഴി അൻവറിന് അറിയത്തില്ല. അപ്പോൾ പിന്നെ കൂട്ടിന് സജി മഞ്ഞക്കടമ്പൻ കൂടി ഇരിക്കട്ടെ എന്ന് അൻവർ കണക്ക് കൂട്ടി. എന്നും എപ്പോഴും NH കൂടിയും MC റോഡിൽ കൂടിയും മാത്രം തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരുന്ന അൻവർ എങ്ങനെയാണ് പുറപ്പുഴ എന്ന കുഗ്രാമം പറയുന്നത്? അപ്പോൾ പിന്നെ ഒരു വഴികാട്ടിയും കൂടി ആയിട്ടാണ് സജിയെ കൂടെ കൂട്ടിയത്. അൻവറിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാതെയാണ് സജി വലിയ കാര്യത്തിന് ജോസഫിന്റെ വീട്ടിലേക്ക് കൂട്ടുപോയത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് സജിക്ക് അബദ്ധം പറ്റിയ വിവരം മനസ്സിലായത്. സജി ഓർത്തത് അൻവറുമായുള്ള PJ ജോസഫിന്റെ ചർച്ചയിൽ സജിയെ കൂടി ഉൾപ്പെടുത്തുമെന്നായിരുന്നു. എന്നാൽ സമയമായപ്പോൾ PJ ജോസഫും അൻവറും കൂടി പറഞ്ഞു, സജി ഇവിടെ ഇരിക്കുക, ഞങ്ങൾ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു അൻവറും PJ ജോസഫും കൂടി ഒരു മുറിക്കകത്തേക്ക് പോയി. അവർ രണ്ടുപേരും കൂടി മുറിയിൽ കയറി വാതിലടച്ചിട്ട് രഹസ്യ സംഭാഷണം നടത്തി. ഈ സമയം സജി മഞ്ഞക്കടമ്പൻ ആ മുറിക്ക് കാവലിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ കുറെ നേരത്തെ രഹസ്യ സംഭാഷണം കഴിഞ്ഞാണ് അവർ ഇരുവരും തിരിച്ചു റൂമിന് പുറത്തേക്ക് വന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുക, എന്നും ഓരോ പാർട്ടികൾ ചാടിച്ചാടി നടക്കുന്നവരെ ആരും വിശ്വസിക്കുകയില്ല എന്ന്. എല്ലായ്പ്പോഴും ഒരു അവിശ്വാസത്തോടെ ആയിരിക്കും നോക്കിക്കാണുക എന്ന് സജി മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക നേതാക്കൾക്കും ഇതേ പരിഗണനയാണ് പലയിടത്തു നിന്ന് ലഭിക്കുന്നതെന്നാണ് അറിയുന്നത്.